എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ അടുത്തായിട്ട് കുറേ പേഷ്യൻസ് ചോദിക്കുകയുണ്ടായി, ഡോക്ടറെ ഇഞ്ചക്ഷൻ ഇല്ലാത്ത രൂപമായിട്ടുള്ളൊരു ഇൻസുലിൻ വരുന്നുണ്ടല്ലോ, നമ്മൾ വായിൽ കൂടി ശ്വസിച്ചെടുക്കുന്നത്, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിൻ്റെയൊക്കെ. അപ്പോൾ ഇൻഹേലർ ഇൻസുലിൻ നമുക്കൊരു പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ഇൻസുലിനാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ആസ്മയ്ക്ക് നമുക്കറിയാം ഇൻഹേലർ നമ്മൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഇൻഹേൽഡ് മോഡലിൽ എടുക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്, അതിലിട്ടിട്ടാണ് നമ്മൾ ഇൻഹേലർ ഇൻസുലിൻ എടുക്കുന്നത്. അപ്പോൾ ഇൻഹേലർ ഇൻസുലിൻ ഇത് നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ക്യാപ്പ് കൊണ്ട് ഇത് വായിൽ വെക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഡിവൈസ് 15 ദിവസം വരെ ഒരു ഡിവൈസ് ഉപയോഗിക്കാമെന്നാണ് ഗൈഡ് ലൈൻസ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിങ്ങനെ തുറന്നിട്ട് നമുക്ക് ഈ ഇൻസുലിൻ പൗഡറിലാണ് ഇതിൽ വരുന്നത്. അപ്പോൾ പൗഡറിൽ വരുന്ന ഇൻസുലിൻ ഒരു ചെറിയ കാട്രിഡ്ജ് പോലെ ഉണ്ടാവും, അത് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്തിട്ട് ഇത് വായിൽ കൂടി ശ്വസിക്കുക എന്നുള്ളതാണ് ഈ ഇൻഹേലർ ഇൻസുലിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഹേലർ ഇൻസുലിൻ ഒരു ഭക്ഷണത്തിന് 10 തൊട്ട് 15 മിനിറ്റ് മുമ്പ് എടുക്കണമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഇൻഹേലർ മുഖേന അവൈലബിൾ ആയിട്ടുള്ളത്. ലോങ് ആക്ടിങ് ഇൻസുലിൻ ഇൻഹേലർ മുഖേന എടുക്കാൻ സാധ്യമല്ല. സ്മോക്ക് ചെയ്യുന്നവർ, പിന്നെ ആസ്മ ഉള്ളവർ, അങ്ങനെ ഉള്ളവർക്കൊന്നും ഇൻഹേലർ ഇൻസുലിൻ സജസ്റ്റ് ചെയ്യപ്പെടുന്നുമില്ല. അപ്പോൾ ഇതുവരെ ഇന്ത്യയിൽ ഇപ്പോൾ അപ്രൂവൽ ആയിട്ടേ ഉള്ളൂ, ലോഞ്ച് ആയിട്ടില്ല. ലോഞ്ച് ചെയ്ത് വന്ന് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എഫക്റ്റീവ്നെസ്സും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിനായി കാത്തിരിക്കാം. എത്ര പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.